മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സീറ്റെന്ന ആവശ്യം കോൺഗ്രസ് നിലവിൽ തള്ളിയിട്ടില്ലെങ്കിലും ധർമ്മസങ്കടത്തിലാക്കുന്ന നിലപാടാണിതെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് സമരാഗ്നി യാത്രയ്ക്കിടെ അനൗദ്യോഗികമായ ചർച്ചയാണ് നടന്നതെന്ന് വ്യക്തം. 2 ദിവസത്തിനുള്ളിൽ ഓൺലൈനായി നടക്കുന്ന ചർച്ചയിലൂടെ ആർക്കും പരിക്കില്ലാത്ത ഒരു ഫോർമുല കണ്ടെത്താനാണ് UDFിനുള്ളിൽ ശ്രമം നടക്കുന്നത്. ഇതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ലീഗ് നേതാക്കൾ പറയുന്നത് തങ്ങൾക്ക് 3ാമതൊരു ലോക്സഭാ സീറ്റ് വേണം എന്ന് തന്നെയാണ്. എന്തായാലും മലപ്പുറത്ത് നിലവിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുമാണ് UDFിന് വേണ്ടി ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇതിൽ തന്നെ 2008 ഈ മണ്ഡല പുനരേകീകരണത്തോടുകൂടി നിലവിൽ വന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ്. ഇവിടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ലീഗ് സ്ഥാനാർത്ഥി ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിന് മുകളിൽ നേടിയാണ് ഇവിടെ വിജയിച്ചിരുന്നത്. അപ്പോൾ മഞ്ചേരി ആയിരുന്നപ്പോഴും പിന്നീട് മലപ്പുറം ലോക്സഭാ മണ്ഡലമായപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയെന്നാണ് UDFിനുള്ളിൽ തന്നെ വിലയിരുത്തുന്നത്. എന്നുവെച്ചാൽ ഉയർന്ന ഭൂരിപക്ഷം നേടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വരുന്ന ഒരു സ്ഥലം. 2004 തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി ആയിരിക്കെ മാത്രമാണ് ഇവിടെ CPMന് വിജയക്കൊടി പാറിക്കാനായത്. അന്ന് മലപ്പുറത്തിൻ്റെ പൾസ് നന്നായി അറിയാവുന്ന DCC പ്രസിഡൻ്റ് ആയിരുന്ന പിന്നീട് CPMലേക്ക് എത്തിയ TK ഹംസയാണ് സ്ഥാനാർത്ഥിയായി വന്നത്. അതുകൊണ്ട് തന്നെ ഹംസയിലൂടെ ഇടതുമുന്നണി മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴും ഏതാണ്ട് ഷുവർ സീറ്റ് എന്ന് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF പറയുന്നത് ഈ പറയുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. ഇവിടെ ഒരു ഭീഷണി സൃഷ്ടിക്കാൻ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്കാകുമോ എന്നാണ് ചോദ്യം. എന്നാൽ മലപ്പുറം പഴയ മലപ്പുറമൊന്നും അല്ലെന്നും ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നുമാണ് ഇടത് ക്യാമ്പിൻ്റെ പ്രതികരണം. അതിന് പ്രധാന കാരണം DYFI നേതാവായ വസീഫാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത. അപ്പോൾ വസീഫിന് അത്തരത്തിൽ കുറേ ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ DYFIക്ക് അത്തരത്തിലുള്ള വേരോട്ടമുണ്ട് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. നിലവിൽ ഈ 7 മണ്ഡലങ്ങളിലുമുള്ളത് ലീഗിൻ്റെ MLAമാരാണ്. ഇതിൽ പെരിന്തൽമണ്ണയും മങ്കടയും ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം ലീഗിന് വ്യക്തമായ ആധിപത്യവുമുണ്ട്. 1952 മലബാർ ജില്ലയിലെ മലപ്പുറം മണ്ഡലത്തിൽ B പോക്കർ എന്ന നേതാവിൻ്റെ ജയത്തോടെയാണ് മുസ്ലിം ലീഗ് ഇവിടുത്തെ അശ്വമേധം ആരംഭിക്കുന്നത്. അതായത് 1957 ഇത് പിന്നീട് മഞ്ചേരി ലോക്സഭാ മണ്ഡലമായി മാറി. അപ്പോഴും B പോക്കറെയാണ് ലീഗ് സ്ഥാനാർത്ഥിയാക്കിയത്. പോക്കർ അവിടെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ മണ്ഡലവും നിലനിർത്തി. 1962 മുതൽ 1971 വരെ M മുഹമ്മദ് ഇസ്മയിലാണ് മഞ്ചേരിയെ പ്രതിനിധീകരിച്ച് പിന്നീട് ലോക്സഭയിലേക്ക് എത്തിയത്. ഇതിനുശേഷം മത്സരത്തിനായി മുസ്ലിം ലീഗ് കളത്തിലിറക്കിയത് ലീഗിൻ്റെ ദേശീയ നേതാവെന്നറിയപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയാണ്. അദ്ദേഹം തുടർച്ചയായി അവിടെ നിന്ന് വിജയിച്ചു. എന്ന് പറഞ്ഞാൽ 1977 മുതൽ 1989 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേരിയിൽ ലീഗിനായി വിജയക്കൊടി നാട്ടി. 1991 മത്സരരംഗത്തേക്കെത്തിയ E അഹമ്മദും ഇവിടെ വിജയം ആവർത്തിച്ചു. 1999 വരെ തുടർച്ചയായി E അഹമ്മദ് മഞ്ചേരിയുടെ MP ആയി അറിയപ്പെട്ടു. എന്നാൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ UDFന് പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ നിലനിന്നത്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP ആയിരുന്ന E അഹമ്മദിനെ പൊന്നാനി മണ്ഡലത്തിലേക്ക് മാറ്റി. അതിനു പകരം മഞ്ചേരിയിൽ മത്സരിക്കാൻ KPA മജീദിനെയാണ് ലീഗ് കളത്തിലേക്ക് ഇറക്കിയത്. എന്നാൽ KPA മജീദ് എന്ന് പറയുന്നത് മുജാഹിദ് പക്ഷക്കാരനാണെന്നൊരു പ്രചരണം അപ്പോൾ തന്നെ ഉണ്ടായി. ഇത് ലീഗിന് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തിരിച്ചടിയായി മാറി. ഇതിനു പുറമെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവിനെതിരെ അന്നുണ്ടായ ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഐസ്ക്രീം കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയായി മാറി. കൂടാതെ കോൺഗ്രസിൻ്റെ മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന TK ഹംസ പിന്നീട് CPMലേക്ക് എത്തിയും അദ്ദേഹം ഈ പറയുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ TK ഹംസയ്ക്ക് മണ്ഡലത്തിലുടനീളം വലിയ വ്യക്തിപ്രഭാവമുണ്ടായിരുന്നു. ഇതുകൂടാതെ EK സുന്നികളിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞതും പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗിനായില്ല. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയിൽ ഇടതുമുന്നണി ചരിത്രത്തിലാദ്യമായി TK ഹംസയിലൂടെ ചെങ്കൊടി പാറിച്ചു. അത് കേരളത്തിലെമ്പാടും വലിയ വിജയമായി തന്നെ കൊണ്ടാടി. കാരണം മുസ്ലിം ലീഗിൻ്റെ തട്ടകത്തിൽ CPM അങ്ങനെ ഒരു വിജയം നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല.
എന്നാൽ 2009 ആയപ്പോൾ ഈ മണ്ഡലം ഇല്ലാതാവുകയും പുതുതായി മലപ്പുറം എന്ന പേരിൽ ഒരു പുതിയ ലോക്സഭാ മണ്ഡലം നിലവിൽ വരികയും ചെയ്തു. മുസ്ലിം ലീഗ് തങ്ങളുടെ ഈ അഭിമാന മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ട് സിറ്റിംഗ് എം പിയായ TK ഹംസയെ തന്നെ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി കളത്തിലിറക്കിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി ലീഗ് കൊണ്ടുവന്നത് അഹമ്മദിനെയാണ്. അങ്ങനെ അഹമ്മദിൻ്റെ മലപ്പുറത്തേക്കുള്ള തിരിച്ചുവരവ് വമ്പൻ വിജയത്തോടെയായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അഹമ്മദിലൂടെ മലപ്പുറം പച്ച തുരുത്താണെന്ന് ലീഗ് ആണയിട്ടു. LDF സ്ഥാനാർത്ഥിയായി അന്ന് വന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന PK സൈനബയാണ്. സൈനബയെ 1,94,000 വോട്ടിനാണ് ഈ പറയുന്ന അഹമ്മദ് പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 7 വർഷത്തിനിടെ 3 തവണ പോളിംഗ് ബൂത്തിൽ പോയവരാണ് ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ. എന്ന് വെച്ചാൽ ഇതിൽ 2 എണ്ണവും ഉപതെരഞ്ഞെടുപ്പായിരുന്നു. 2017 സിറ്റിംഗ് MP ആയിരുന്ന അഹമ്മദിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി മത്സരരംഗത്തിറങ്ങുന്നു. അതായത് 1,71,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് കുഞ്ഞാലിക്കുട്ടി ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കുറിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. അന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും ലോക്സഭാ സ്ഥാനാർത്ഥിയായി. കാരണം അഹമ്മദിൻ്റെ ഒഴിവ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ജയിച്ച് എന്നാൽ കേന്ദ്ര മന്ത്രിസ്ഥാനവുമൊക്കെ ഉണ്ട്. എന്തായാലും UDF സ്ഥാനാർത്ഥിയായി കുഞ്ഞാലിക്കുട്ടി എത്തുന്നു. മാത്രമല്ല കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ ഭൂരിപക്ഷം അദ്ദേഹം 2,60,000-ലധികമാക്കി. ഇത് വലിയ കുത്തനെ ഉയർന്ന ഒരു ഭൂരിപക്ഷമായി മാറി. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തമായ ലീഡ് ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥിയായി എത്തിയത് SFIയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്ന VP സാനു ആയിരുന്നു. അപ്പോൾ VP സാനു നേടിയതിനേക്കാൾ 2,60,000 വോട്ട് കൂടുതൽ നേടി എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷമായി മാറി. എന്നാൽ 2 വർഷത്തിനിടെ വീണ്ടും മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. അതിന് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചു. അതോടുകൂടി MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ MP സ്ഥാനം രാജിവെച്ചപ്പോൾ ലീഗിന് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം. അങ്ങനെ പുതിയ സ്ഥാനാർത്ഥിയായി അബ്ദുൽ സമദ് സമദാനിയെയാണ് ലീഗ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ 2019 UDF സ്ഥാനാർത്ഥിയായി അബ്ദുൽ സമദ് സമദാനി വരുന്നു. LDF സ്ഥാനാർത്ഥിയായി വരുന്നത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു തന്നെ. അപ്പോൾ UDFൻ്റെ ഭൂരിപക്ഷം 2,60,000 എന്നതിൽ നിന്ന് 1,14,000 വോട്ടായി കുറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ലോക്സഭയിലും നിയമസഭയിലുമായി ചാഞ്ചാടി കളിച്ചപ്പോൾ ഈ പറയുന്ന നിഷ്പക്ഷരായ മുസ്ലിം ലീഗിലെ തന്നെ വിശ്വാസമുള്ള ആളുകൾ ഈ വോട്ട് ചെയ്തതിൽ കുറച്ച് കുറവ് വരുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കാനായിട്ട് BJPയും ആ തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ ദേശീയ വൈസ് പ്രസിഡൻ്റായ AP അബ്ദുള്ള കുട്ടിയെ അന്ന് കളത്തിലിറക്കി. 2021 തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച അബ്ദുള്ള കുട്ടിക്ക് പക്ഷേ തൊട്ടു മുമ്പുള്ള സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കുറച്ച് വോട്ടുകൾ മാത്രമേ നേടാൻ പറ്റി. അതായത് 2019 82,332 വോട്ട് BJPക്ക് ലഭിച്ചെങ്കിൽ ഈ പറയുന്ന അബ്ദുള്ള കുട്ടി 2021 മത്സരിച്ചപ്പോൾ കിട്ടിയത് 68,935 വോട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റിവെച്ചാലും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും ലീഗ് രംഗത്തിറക്കുക. കാരണം സമസ്ത അടക്കമുള്ള സംഘടനകളുമായി ഇപ്പോൾ ലീഗിന് കുറച്ച് ഭിന്നതയുണ്ട്. അത് മലപ്പുറത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ബാധിക്കുമോ എന്ന് UDF അടക്കം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമായി പറഞ്ഞു. മാത്രമല്ല ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ലീഗ് നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. ET മുഹമ്മദ് ബഷീറിൻ്റെ ജന്മനാടായ വാഴക്കാട് ഉൾപ്പെടുന്ന മണ്ഡലമാണ് ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലം. അതിനാൽ ഇത്തവണ മലപ്പുറം ലോക്സഭാ മണ്ഡലം തന്നെ തട്ടകമാകുമെന്നാണ് ETയുടെ അനുയായികൾ വളരെ നേരത്തെ തന്നെ പ്രചരിപ്പിക്കുന്നത്. ഇതിനു പുറമെ കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിന് വലിയ പിന്തുണ കിട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഈ 7 മണ്ഡലങ്ങളിലും ലീഗിൻ്റെ MLAമാരാണുള്ളത്. അതായത് പെരിന്തൽമണ്ണയും മങ്കടയും ഒഴികെയുള്ള മണ്ഡലങ്ങളുടെ നിറം എന്ന് പറയുന്നത് കടും പച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ET മണ്ഡലം മാറി മത്സരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ETക്ക് തന്നെ മലപ്പുറം മണ്ഡലം നൽകാൻ ലീഗ് നേതൃത്വത്തിനും താല്പര്യമുണ്ട്.
അപ്പോൾ പൊന്നാനിയിലെ പോലെ കടുത്ത ഒരു മത്സരം മലപ്പുറത്ത് നേരിടേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസവും ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ പൊന്നാപുരം കോട്ട തന്നെയാവും ഈറ്റിയുടെ മണ്ഡലമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമസ്തയുമായുള്ള ചില തർക്കങ്ങൾ ഉള്ളതിനാൽ കൃത്യമായി ഗൃഹപാഠം ചെയ്താവും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ലീഗ് സ്ഥാനാർത്ഥിയെ ഇറക്കുക എന്നും സൂചനയുണ്ട്. മാത്രമല്ല DYFI വസീഫിനെ പോലെയുള്ള യുവ നേതാക്കളെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനാണ് ഇടതുമുന്നണിയും ഒരുങ്ങുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇവിടെ ചെങ്കൊടി പാറിക്കണമെങ്കിൽ CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കുറച്ചൊന്നുമല്ല ഇവിടെ വിയർപ്പൊഴുക്കേണ്ടി വരിക. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ലോക്സഭാ മണ്ഡലം അവരുടെ പച്ച തുരുത്താണെന്ന് തന്നെ പറയാം.